ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. യമഹ RX100 1985 മുതൽ 1996 വരെ നിർമ്മിച്ച ഒരു 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിളാണ് ഈ RX100 എന്ന് പറയുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ഡിസൈനിൻ്റെ കാര്യത്തിലായാലും വിൻറ്റേജിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യയിലെ ഒരു ജനപ്രിയ ബൈക്കായിരുന്നു ഈ RX100, അല്ലെങ്കിൽ ഒരു ക്ലാസിക് മോഡൽ ബൈക്കായിരുന്നു ഈ RX100 എന്ന് പറയുന്നത്. ആക്ച്വലി യമഹ ജപ്പാനും ഇന്ത്യയിലെ എസ്കോർട്ട് ഗ്രൂപ്പും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു RX100 ഡെവലപ്പ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ RX100 ജപ്പാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതിനുശേഷം 1990 ശേഷം ഇന്ത്യയിൽ എസ്കോർട്ട് ഗ്രൂപ്പ് RX100 ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ആരംഭിച്ചു. പിന്നെ അവിടെ നിന്നായിരുന്നു RX-ന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി RX100ന്റെ ഫുൾ ഫോം നോക്കിക്കഴിഞ്ഞാൽ RX എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് രാജദൂത് ആൻഡ് യമഹ ആണ്. അപ്പോൾ R മീൻസ് രാജദൂതാണ്, X എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യമഹ ആൻഡ് രാജദൂതിൻ്റെ പാർട്സുകളാണ് ആക്ച്വലി ഒരു വാഹനം നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് എസ്കോർട്ട് ഗ്രൂപ്പാണ്. RX-ന്റെ പ്രൊഡക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 1985 മുതൽ 1996 വരെയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് 1996 ശേഷം 2 സ്ട്രോക്ക് എഞ്ചിൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഗവൺമെൻറ് എമിഷൻ നോംസിൽ കാര്യമായ അപ്ഡേഷൻ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് RX-ന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. പക്ഷേ ഇതിന് ദോഷമായിട്ട് വരുന്നത് താരതമ്യേന എമിഷൻ ലെവൽ കൂടുതലായിരിക്കുമെന്നതാണ്. അപ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിനിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓരോ റൊട്ടേഷനിലും അല്ലെങ്കിൽ പിസ്റ്റൻ്റെ 2 ചലനങ്ങളിലും നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളായിട്ട് വരുന്നത് കമ്പഷൻ ചേമ്പർ, ക്രാങ്ക് കേസ്, ട്രാൻസ്ഫർ പോർട്ടാണ്. അപ്പോൾ കാർബറേറ്ററിൽ മിക്സ് ആവുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ നേരെ ക്രാങ്ക് കേസിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ട്രാൻസ്ഫർ പോർട്ടിൻ്റെ സഹായത്തിൽ നേരെ പിസ്റ്റന്റെ മുകളിലുള്ള കമ്പഷൻ ചേമ്പറിലേക്ക് എത്തുന്നു. അവിടുന്ന് സ്പാർക്ക് പ്ലഗിന്റെ സഹായത്താൽ കമ്പഷൻ നടന്നിട്ടാണ് പിസ്റ്റന്റെ മൂവ്മെന്റിൽ നടന്ന് നമുക്ക് പവർ 2 സ്ട്രോക്ക് എഞ്ചിനിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. നല്ല മികച്ച ഒരു പവറാണ് 2 സ്ട്രോക്ക് എഞ്ചിനിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. RX-ന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 100 cc ആണ്. മാത്തമാറ്റിക്കലി നമ്മളത് 98 cc 2 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 സ്പീഡ് കോൺസ്റ്റന്റ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം. ചെയിൻ ഡ്രൈവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബോർഡ് 50 mm, സ്ട്രോക്ക് 50 mm ആണ് ഈ ഒരു എഞ്ചിന് വരുന്നത്. ഈ ഒരു എഞ്ചിൻ പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 11 HP ആണ് 7500 RPM. അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 6500 RPM 10.39 ന്യൂട്ടൺ മീറ്റർ ആണ് ഈ വാഹനത്തിന് ടോർക്കായിട്ട് വരുന്നത്. ഇതിന് കംപ്രഷൻ റേഷ്യോ വരുന്നത് 6.7:1 ആണ്. ടോപ്പ് സ്പീഡ് വരുന്നത് 110 km/h ആണ്. 10.5 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ്, പെട്രോൾ ഫ്യൂൽ ടാങ്കാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വാഹനത്തിന് കെർബ് വെയിറ്റ് വരുന്നത് 103 kg ആണ്. സീറ്റ് ഹൈറ്റ് 765 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 145 mm. ഓവറോൾ വാഹനത്തിന്റെ ലെങ്ത് വരുന്നത് 1965 mm ആണ്. വിഡ്ത്ത് വരുന്നത് 740 mm ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 1050 mm. വീൽ ബേസ് വരുന്നത് 1240 mm ആണ്. ചേസിസ് ടൈപ്പ് ഡബിൾ ക്രഡൽ ടൈപ്പ് ചേസിസ് ആണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രേക്കിംഗ് സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലും റിയറിലും ഡ്രം ബ്രേക്കിൻ്റെ ഒരു സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ 18 ഇഞ്ചിൻ്റെ ടയറുകളാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. RX100 ഓടിക്കുന്ന സമയത്ത് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ, അതുപോലെ തന്നെ പെർഫോമൻസ്, ആ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ ഒരു പ്രത്യേകതരം നോയ്സ്, ഇതൊക്കെ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ വന്നുപോയ 2 വീലറുകളിലെ ഒരു ക്ലാസിക് ഐറ്റം തന്നെയാണ് ഈ നമ്മുടെ RX100 എന്ന് പറയുന്നത്. RX ഓടിച്ച സുഹൃത്തുക്കൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.